ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നന്ദുവും ഗുണ്ടയും തമ്മിൽ നല്ല ഉഗ്രൻ തല്ല് നടക്കുകയാണ് കേട്ടോ. തല്ല് നടക്കുന്ന ലാസ്റ്റ് അവനെ ഇങ്ങനെ അടിച്ചൊതുക്കി നന്ദു പറയുന്നുണ്ട്, നീ എന്താ കരുതിയത് സ്ത്രീകൾക്ക് കൈക്ക് ബലമില്ലെന്നോ? എൻ്റെ കൈക്ക് ആവശ്യത്തിന് കരുത്തുണ്ടടാ, നിന്നെയൊക്കെ അടിച്ചൊതുക്കാനായി എന്നിങ്ങനെ പറയും. എന്നിട്ട് ഇനി മേലെ നീയൊക്കെ റോഡരികിൽ നിന്നിങ്ങനെ ചീട്ട് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, പിന്നെ നീ ഒന്നും പുറം ലോകം കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാളെ പിടിച്ചുകൊണ്ട് പോവാം കേട്ടോ. ഒരു SI ആണ് ഈ 3-4 പേരെ ഇങ്ങനെ കൂടി അടിക്കുന്നത്. പക്ഷേ ആ ഒരുത്തനെ മാത്രമേ പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൂ, ബാക്കിയുള്ളവരെ എല്ലാം അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. അന്നേരം നന്ദു പോയി കഴിയുമ്പോഴേക്കും അവന്മാർ പറയും, അതൊരു പെണ്ണ് തന്നെയാണോടാ, എന്നാ കരുത്ത അടിക്കൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും നന്ദു അയാളെ കൊണ്ടിങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അന്നേരം അയാളുടെ ഭാര്യ സ്റ്റേഷനിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇയാളെ കാണുമ്പോഴേ അയ്യോ കുട്ടികളുടെ അച്ഛനെ തല്ലിയോ സാറേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കും, നിങ്ങൾക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എൻ്റെ 3 കുട്ടികളുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കും. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, ഇയാൾ നിങ്ങൾക്ക് ചിലവിന് തരുന്നുണ്ടോ എന്ന്. അന്നേരം വല്ലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, വല്ലപ്പോഴും കയറി വന്ന കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിൻ്റെ പേരിൽ ഇയാളുടെ കൂടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുവാണ്, എൻ്റെ ഭർത്താവിനെ കോടതി കയറ്റാനൊന്നും എനിക്ക് പറ്റിയില്ല, കാരണം എൻ്റെ 3 കുട്ടികളുടെ അച്ഛനാണ്. അവർ വലുതായി വിവാഹം കഴിക്കുന്ന സമയത്ത് അച്ഛൻ്റെ സ്ഥാനത്ത് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണ്ടേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഉറപ്പായിട്ടും വേണം, പ്രത്യേകിച്ച് ഇവനെ പോലെ ഒരു കുടിയനാണ് മക്കളുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു അഭിമാനമാണ്. ഏതായാലും ഇനി മേലെ ഇതുപോലത്തെ കേസുമായിട്ട് ഇങ്ങോട്ട് നിങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ വന്നേക്കരുത്, അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോകും എന്നിങ്ങനെ പറയും. നേരത്തെ പോകുന്നതിന് മുമ്പ് അയാൾ നന്ദുവിനോട് ഇങ്ങനെ വന്നിട്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുവാണ്, നമുക്ക് കാണാം കേട്ടോ സാറേ എന്ന്. അന്നേരം നന്ദുവും പിന്നെയും ദേഷ്യം വരും കേട്ടോ. അന്നേരം നന്ദു, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിച്ചാൽ അവൻ്റെ കരണം തീർത്തൊരെണ്ണം കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ എവിടെയാണ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്ന് കണ്ടോളാം, അങ്ങനെ നിന്നെ ഒന്ന് പേടിക്കുന്ന കൂട്ടത്തിലല്ല ഞാനെന്നിങ്ങനെ പറയുമ്പോഴേക്കും അയാളുടെ ഭാര്യ, അയ്യോ എൻ്റെ കുട്ടികളുടെ അച്ഛനെ തല്ലല്ലേ എന്നിങ്ങനെ ഓടി വന്ന് പിടിക്കുവാണ് കേട്ടോ. അന്നേരം നന്ദു പറയുന്നുണ്ട്, രണ്ടും ഇപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം, ഇനി മേലെ ഇതുപോലത്തെ കേസുമായിട്ട് ഈ സ്റ്റേഷനിലേക്ക് വന്നേക്കരുതെന്ന് പറയും. എന്നിട്ട് ASIയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ഇവരുടെ സ്വഭാവം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കേസിലൊന്നും ഇടപെടാത്തത് എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതിങ്ങനത്തെ കേസ് ആയതുകൊണ്ടാണോ അതോ അവനെ പേടിയായിട്ടാണോ, നിങ്ങൾക്ക് അവനെ പേടിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടത് എന്ന് പറയും. എന്നിട്ട് നന്ദു ആ ASIയോട് ചോദിക്കുകയാണ്, റിട്ടയർ ആകാറായില്ലേ, ഇനിയെങ്കിലും ഈ ഇട്ടേക്കുന്ന യൂണിഫോമിനോട് കുറച്ച് കൂറ് കാണിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നന്ദു അകത്തേക്ക് കയറി പോകുന്നത്. അന്നേരം ആ ASI പറയുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അതിൻ്റെ ചോരത്തിളപ്പാണ് സാറിന് ഇപ്പോൾ കാണിക്കുന്നത്, ഇനിയിപ്പോൾ തല്ലിയിട്ട് വിട്ട് അവന്മാർ അല്ല ബോംബ് എറിയോ എന്ന് ദൈവത്തിനറിയാം എന്നിങ്ങനെ പറഞ്ഞ അയാൾക്കൊക്കെ ടെൻഷനായിട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയന ഇങ്ങനെ രാത്രിയിൽ ഉറക്കം കളിച്ചിരുന്ന് ഇങ്ങനെ ഡിസൈനൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. അന്നേരം നയനക്കുള്ള കാപ്പിയൊക്കെ ആയിട്ട് ദേവാനി വരുന്നുണ്ട്. നേരെ നയന ചോദിക്കുക, അമ്മ എന്തിനാ ഇങ്ങനെ ഉറക്കം കളിച്ചിങ്ങനെ ഇരിക്കുന്നത്, അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, പോയി കിടക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ദേവാനി പറയുന്നുണ്ട്, മോളുടെ കരൾ സ്വീകരിച്ച് പിന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, നമ്മളുടെ ജുവലറിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണല്ലോ മോൾ ഇങ്ങനെ ഉറക്കം കളിച്ചിരുന്ന് ഇങ്ങനെ ഡിസൈനൊക്കെ തയ്യാറാക്കുന്നത്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഒപ്പം നിൽക്കണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ഇതൊക്കെ എനിക്ക് ശീലമാണ് അമ്മേ, അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ കാര്യം അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരം ദേവയാനി ഇങ്ങനെ വിഷമത്തോടെ പറയാണ്, എനിക്ക് അനിയുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, ഞാൻ അവിടെ പോയി വിളിച്ചിട്ടും അനാമിക വന്നില്ല, അവരുടെ വീട്ടുകാർ വലിയ ഡിമാൻഡ് ഇടുവാണ്, എല്ലാം കള്ളക്കൂട്ടങ്ങളാന്ന് എനിക്ക് മനസ്സിലായി എനിക്കിങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നന്ദു പോയി വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ വെയിറ്റ് ചെയ്യുന്നത്, അവൻ്റെ സ്വഭാവം വെച്ചാൽ അവൻ പോയി വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയും. അന്നേരം ദേവേനെ ചോദിക്കും, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അന്നേരം നയന പറയും, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ എന്തായാലും പോയി വിളിക്കുകയില്ല, അവൻ ആകെ പേടിയാണ്, അമ്മയും മുത്തശ്ശനെയും ഒക്കെയാണ്, എന്നാൽ അവൻ പോകുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം ദേവയാനിക്ക് ആകെ വിഷമമാണ്, കാരണം അനിയുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുമല്ലോ എന്നോർത്ത് ഇങ്ങനെ വിഷമം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് നാവ്യ വരും കുഞ്ഞിനെ കൊണ്ട്. അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട്, എന്താ മോൾ ഉറങ്ങിയില്ലേ, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വലിയ കുറവൊന്നുമില്ല, അവൻ എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട് എന്ന് പറയുമ്പോഴേക്കും, എങ്കിൽ നമുക്ക് നാളെ നല്ലൊരു ഡോക്ടറെ അടുത്ത് പോകാൻ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേവേനെ അങ്ങ് പോകും കേട്ടോ. ദേവേനെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നവ്യ അവിടെ ഇരുന്നിട്ട് തൈനോട് പറയുവാണ്, നീ രാത്രി വെളുപ്പാക്കി ഇരുന്ന് ഇങ്ങനെ ഡിസൈനൊക്കെ വരച്ചോ, ഇതൊക്കെ നിൻ്റെ ഭർത്താവിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് എനിക്കറിയാം, നിനക്ക് ഇങ്ങനെ ഒക്കെ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്, അയാളെ പോലുള്ള ഒരാളെ ഇതുപോലെ
സപ്പോർട്ട് ചെയ്യാൻ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, എൻ്റെ ആദർശേട്ടൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. സാധാരണ ഇങ്ങനെ അബദ്ധം പറ്റുമ്പോൾ അവരുപേക്ഷിക്കുകയല്ലേ ചെയ്യാറുള്ളത്, ആദർശേട്ടന് അങ്ങനെ അല്ലല്ലോ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ ചോദിക്കും, പിന്നെ എന്താ ചെയ്തത്, അങ്ങേരെ അവളെ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ നിന്നെ വിവാഹം കഴിച്ചത്, അതുപോലും നിനക്ക് അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ ശല്യം ചെയ്യാനൊന്നും വരുന്നില്ല, എത്ര കിട്ടിയാലും നീ പഠിക്കാനും പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നവ്യ അവിടെ ഞങ്ങൾ എഴുന്നേറ്റ് പോകും കേട്ടോ. ഏതായാലും ഈ സമയം ദേവയാനി റൂമിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും ചന്തുമോളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉറങ്ങുന്ന ചേനയാണ് കേട്ടോ കാണുന്നത്. അന്നേരം ദേവേന് മനസ്സിൽ ഓർക്കുന്നുണ്ട്, മുത്തശ്ശനും മോളും കെട്ടിപ്പിടിച്ചാണല്ലോ ഉറങ്ങുന്നതെന്ന്. പിന്നെ ദേവയാനി അങ്ങോട്ട് പോയി കിടന്നിങ്ങനെ ഉറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. മോളെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തലോടി ഒരുപാട് സ്നേഹത്തോടെ ചേർത്ത് കിടത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് അനിയെ കാണിക്കുന്നു. അനി ഇങ്ങനെ രാത്രി നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ. നന്ദു ഫോൺ എടുക്കുന്നില്ല, പക്ഷെ ചിരി വരുന്നുണ്ട് നന്ദുവിന് അനിയുടെ ഈ സ്വഭാവം കാണുമ്പോൾ. അത് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ മെസ്സേജ് അയക്കും. മെസ്സേജ് കേൾക്കുന്നതല്ലാതെ അതിന് റിപ്ലൈ ഒന്നും അയക്കുന്നില്ല കേട്ടോ. അന്നേരം അനി ദേഷ്യപ്പെട്ട് എൻ്റെ മെസ്സേജിനെങ്കിലും ഒരു റിപ്ലൈ താടി പൂതമേ എന്നിങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അത് കേൾക്കുമ്പോഴേക്കും നന്ദുവിന് ചിരിയാണ് വരുന്നത്. അന്നേരം അനി മനസ്സിലിങ്ങനെ ഓർക്കുവാണ്, എൻ്റെ കോൾ എടുത്തില്ല അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ തന്നില്ല എങ്കിൽ നിന്നെ ഞാൻ ഇന്ന് ഉറക്കത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ വീണ്ടും വീണ്ടും അനി ഇങ്ങനെ വിളിച്ചു നോക്കുന്നു കേട്ടോ. പക്ഷെ നന്ദു എടുക്കുന്നില്ല. മുഖത്തിങ്ങനെ ദേഷ്യമൊന്നുമില്ല, ഒരു പുഞ്ചിരിയോട് കൂടി ആ മെസ്സേജ് ഇങ്ങനെ വായിക്കുകയും കോൾ ഇങ്ങനെ കട്ട് ചെയ്യാതെ ഇങ്ങനെ റിങ് അടിച്ച് നിൽക്കുന്നിടം വരെ ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുകയും ചെയ്യും എന്ന് നന്ദുവിനെ കാണിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ഇങ്ങനെ നേരം വെളുത്ത അങ്ങനെ അടുക്കളയിലോട്ട് ഇങ്ങനെ കയറി രാവിലേക്കുള്ള ഫുഡൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. കുളിയൊക്കെ കഴിഞ്ഞ് നയന വരും. അന്നേരം നയനയോടായിട്ട് മോൾ എന്തിനാ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതെൻ്റെ ഒരു ശീലമല്ലേ അമ്മ എന്നിങ്ങനെ പറയും. അന്നേരം ദേവേന് പറയുന്നുണ്ട്, മോളോട് ഞാൻ ഒരു കാര്യം പറയാം എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ചന്തുമോള് വന്ന പിന്നെ നിങ്ങൾക്കൊരു കുഞ്ഞെന്നുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയോ, നിങ്ങളുടെ ജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ചന്തുമോളെ ഞങ്ങളുടെ കൂടെ കിടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടൊന്നുമില്ല, മരുന്നും കഴിക്കുന്നുണ്ട്, ഒരു ഫലം കാണാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും എങ്കിൽ നമുക്ക് മറ്റൊരു ഡോക്ടറെ കണ്ടാലോ എന്ന് ചോദിക്കുക. അന്നേരം നയന പറയും, അതൊക്കെ അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങളത് ചെയ്തോളാം എന്നിങ്ങനെ പറയും. എന്നിട്ട് ദേവേന് പറയുന്നുണ്ട്, എനിക്കെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആദർശിൻ്റെയും അനിയുടെയും ഒക്കെ ഒരു കുട്ടിയെ ലാളിക്കുക എന്നുള്ളത്. അനിയുടെ കാര്യത്തിൽ ഇനി അത് നടക്കുമോ എന്ന് അറിയത്തില്ല, നിങ്ങളെങ്കിലും അത് സാധിച്ചു തരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആദർശിന് ഇങ്ങനെ ചായ എടുത്തുകൊണ്ട് കൊടുക്കാൻ ഇങ്ങനെ പറയുന്നു നയന. ആ ചായയുമായിട്ട് ആദർശിൻ്റെ റൂമിലോട്ട് ഇങ്ങനെ ചെല്ലുകയാണ് കേട്ടോ. അന്നേരം ആദർശ് നയന ഒരു ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആദർശിങ്ങനെ ഒത്തിരി സന്തോഷമായി ചായ കൊണ്ട് കൊടുക്കുന്നത് അതങ്ങ് വെക്കും. എന്നിട്ട് പറയും, അന്നേരം അത് ആറിപ്പോകുക എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. എന്നിട്ട് സാരമില്ല, അതങ്ങോട്ട് ടേബിളിൽ വെച്ചേക്കാൻ പറയും. അതവിടെ വെച്ച് കഴിയുമ്പോഴേക്കും നയനയ്ക്ക് ഇങ്ങനെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒത്തിരി സന്തോഷമായി ആദർശിന്. കാരണം അത്രയും നല്ല ഡിസൈനാണ് നയന വരച്ചേക്കുന്നത്. ആദർശ് പറയുന്നുണ്ട്, വിഷുവിൻ്റേത് പോലെ തന്നെ നല്ലൊരു സെയിലായിരിക്കും ഓണത്തിന് നടക്കുന്നത്. ഏതായാലും നയന കളക്ഷൻസിന് ഫാൻസ് കൂടി വരുന്നുണ്ട്, അത്രയും നല്ല ഡിസൈനാണ് നീ വരയ്ക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, ഈ ഡിസൈൻ മുത്തശ്ശനെയും കാണിക്കണ്ടേ എന്ന്. അന്നേരം ആദർശ് പറയും, മുത്തശ്ശനെ കാണിക്കണം, പക്ഷേ ഇതുമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശൻ പറയും, ഡിസൈൻ വരച്ച് കമ്പനിയെ വളർത്തിയാൽ മാത്രം പോരാ, ഒരു പേരക്കുട്ടിയും കൂടി കൊടുക്കണം എന്ന് പറയും. എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ആ കാര്യം അമ്മ പറഞ്ഞതേ ഉള്ളൂ, ഏതായാലും ചന്തുമോൾക്ക് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൾക്കൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഭയങ്കര സന്തോഷത്തിലാണ് നയന. അപ്പോൾ നയന അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.